നമസ്കാരം, നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ആയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രമുഖ കാർട്ടൂണിസ്റ്റ് വാമനാപുരം മണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂളിൽ രാവിലെ തന്നെ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും അനധ്യാപകരും മറ്റു ജനപ്രതിനിധികളും പ്രമുഖരും പങ്കെടുത്തു. ഇനി HM എന്തു പറയുന്നത് കേൾക്കും. നമസ്കാരം, ഞാൻ ഹെഡ് മിസ്ട്രസ് ഗവൺമെന്റ് LPS ആയൂര്. 2025-26 അധ്യയന വർഷത്തിലെ ക്ലാസുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളും അതിന് സജ്ജമായിരിക്കുകയാണ്. ഈ വർഷത്തിൽ എത്തിച്ചേരുന്ന എല്ലാ കുട്ടികളെയും സ്വീകരിക്കാൻ വേണ്ടി സ്കൂളും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ PTA SMC അംഗങ്ങളുമാണ് ഞങ്ങൾക്കുള്ളത്. ഈ വർഷം വളരെ നല്ല ഒരു വർഷമായി തീരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതി അനുസരിച്ച് എല്ലാ കുട്ടികൾക്കും എഴുത്തും വായനയും അറിയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങളും സജ്ജരായിരിക്കുകയാണ്. എല്ലാവരെയും, നാട്ടുകാരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും സാമൂഹ്യ പ്രവർത്തകരെയും എല്ലാവരെയും ഞങ്ങൾ ഈ പുതുവത്സര ദിനത്തിലേക്ക്, ഞങ്ങളുടെ സ്കൂളിന്റെ പുതുവത്സര ദിനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഗവൺമെന്റ് LPS ആയൂരിന്റെ 2025-26 വർഷത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് വാമനപുരം മണിയാണ്. എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, ഞാൻ കാർട്ടൂണിസ്റ്റ് വാമനപുരം മണി. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആയൂർ ഗവൺമെന്റ് LPS സ്കൂളിൽ പ്രവേശനോത്സവം നടക്കുകയാണ്. പിന്നെ ഇവിടെ വരകളിലൂടെ കുട്ടികൾക്ക് ഈ പ്രവേശനോത്സവത്തിന് അവരുമായിട്ട് ഒത്തൊരുമിച്ച് അവരുടെ സന്തോഷം വരകളിലൂടെ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്റെ നാട്ടുകാരി ആണ് ഇവിടുത്തെ HM ബിന്ദു ടീച്ചർ. അപ്പൊ ബിന്ദു ടീച്ചർ നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അവിടുത്തെ പ്രവേശനോത്സവത്തിന് പോവുകയും കുട്ടികളോടൊപ്പം ഇതുപോലെ വരകളിലൂടെ ഞാൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും ഈ സ്കൂളിൽ വരാനും ഈ കുട്ടികളുമായിട്ട് സംവദിക്കാനും സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷവും കടപ്പാടും ഈ ഇതിലെ അധികൃതരോട് ഞാൻ പറയുകയാണ്. നമസ്കാരം, ഞാൻ ഷാജി കുമാർ, തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ നിന്നും പ്രിൻസിപ്പൽ ചാർജായി റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. ഞാൻ ഈ ആയൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നുകളുടെ അക്ഷര ലോകത്തിലേക്കുള്ള പടികയറ്റത്തിന്റെ ഒരു ഭാഗമായി വന്നതാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഒന്നാമതായി പറയാനുള്ളത്, എൻ്റെ സഹധർമ്മിണിയാണ് ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ്. പല കാര്യങ്ങളിലും എന്നെ കൂടി ഇവിടെ കൂട്ടാറുണ്ട്. ഈ പ്രധാനമായിട്ട് പറയാനുള്ള ഈ സ്കൂളിന്റെ ഒരു തലക്കെട്ട്, അതായത് ഒരു ലോഗോ, ഗവൺമെന്റ് LPS ആയൂർ എന്നുള്ളൊരു ലോഗോ ഞാനാണ് ഈ സ്കൂളിന് തയ്യാറാക്കിയത്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ടീച്ചർ എവിടെയൊക്കെ HM അവിടെയെല്ലാം ഞാൻ ഓരോ സ്കൂളിനും ഓരോ ലോഗോ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അക്ഷരലോകത്തേക്ക് ചൂടുവയ്ക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ആയൂർ ഗവൺമെന്റ് LPS വളരെയധികം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പ്രവേശനോത്സവം, പുതിയ കുട്ടികളും അല്ലാതെ പ്രൊമോഷനായ കുട്ടികളും എല്ലാവരും ഒത്തുകൂടുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ്. പ്രവേശനോത്സവത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി.
ആയൂർ LP സ്കൂൾ നമുക്കറിയാം ഏറ്റവും പുരാതനമായ സ്കൂളാണ് ആയൂർ LP സ്കൂൾ. ഇതിന്റെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രോഗ്രാം തീർച്ചയായിട്ടും കഴിഞ്ഞ എല്ലാ വർഷവും ഇവിടെ വളരെ ഭംഗിയായി നടത്തുന്നു. അത് വളരെ ഭംഗിയായി ഇന്നും 10 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാർട്ടൂണിസ്റ്റ് പേര് നമ്മുടെ വാമനാപുരം മണി അവர்களാണ് ഇന്നിവിടെ ഇതിന്റെ ഈ ഉദ്ഘാടനം നടത്തുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല എല്ലാ സ്കൂളുകളിലും ഇന്ന് വളരെ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം നടക്കുന്നു. അതുപോലെ തന്നെ ആയൂരും ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടന്നു വരുന്നു. വ്യാപാരി വ്യവസായ വകുപ്പിന്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണി അവരുടെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണി അവരുടെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയെ പ്രിയപ്പെട്ടവർ, 2025-26 അധ്യയന വർഷത്തിലേക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗവൺമെന്റ് LPS ആയൂരിൽ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന് ഒരു പുതിയ മുഖമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചിത്രങ്ങൾ വരച്ച് സൗന്ദര്യം കൂട്ടി എല്ലാ കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ മേൽക്കൂര മാറ്റിയിട്ടുണ്ട്. നോൺ ആസ്പെക്ടോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ചൂട് സമയങ്ങളിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസ് കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ ആസ്പെക്ടോസ് ഷീറ്റ് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് നൽകിയത്. ചൂട് ഒട്ടും അനുഭവപ്പെടുകയില്ല. അതുപോലെ തന്നെ ചോർച്ചയും ഇല്ലാത്ത നല്ല ഒരു സ്കൂളാണ് നമ്മൾക്ക് ഈ വർഷം മുതൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂൾ ഇത്രയും ഭംഗിയായി പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ച് നമ്മൾക്ക് നൽകിയത് നമ്മുടെ SMC ചെയർമാനും അതുപോലെ തന്നെ SM കളർ ഹൗസിന്റെ ഉടമയുമായ ശ്രീമാൻ ഡോക്ടർ സോണി മാത്യു അവരുകളാണ്. ഇൻഡിഗോ പെയിന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ ഈ സ്കൂൾ ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷയും അതുപോലെ തന്നെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണി അവരുടെ വളരെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പ്രവേശനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശ്രീ വാമനപുരം മണി അവர்களാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള കാർട്ടൂൺ അക്കാദമി മെമ്പറായ വാമനപുരം മണി കേരള കൗമുദിയിൽ കാർട്ടൂണിസ്റ്റായി തുടക്കം കുറിച്ചു. എന്ന് അറിയപ്പെടുന്ന മിക്ക സ്റ്റേജ് കലാകാരന്മാരും സിനിമയിൽ എത്തിച്ചേർന്നവരും തുടക്കം കുറിച്ചത് വാമനപുരം മണിയുടെ സ്കിറ്റിലൂടെയായിരുന്നു. ഇപ്പോൾ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ കാർട്ടൂൺ പരമ്പരയിലൂടെ വായനക്കാരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അമൃത ചാനലിൽ ആനീസ് കിച്ചൻസിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനലിലെ സൂസു, അതായത് സുരഭിയും സുഹാസിനി എന്ന ഹാസ്യ പരമ്പരയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ്. കൂടാതെ കോവിഡ് കാലത്തെ കാർട്ടൂണുകളിൽ കൂടി ബോധവൽക്കരണം നടത്തിയതിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ തിരഞ്ഞെടുത്ത കാർട്ടൂണിൽ വാമനപുരം മണിയുടെ കാർട്ടൂണും സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഇദ്ദേഹം എന്റെ നാട്ടുകാരനും അതുപോലെ തന്നെ ബന്ധുവും കൂടിയാണ്. സിനിമാ തിരക്കഥയുടെ പിറകിലാണ് ഇപ്പോൾ ഇദ്ദേഹം. ആ ഒരു സമയമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ വിളിച്ചതിന്റെ പേരിൽ അദ്ദേഹം നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ വളരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ അവകളെയാണ്. അദ്ദേഹം നമ്മുടെ SMC അംഗമാണ്. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കോണിലുമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഈ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ ഷുക്കൂർ അവർ
സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് പലവിധ സഹായങ്ങളും പ്രത്യേകിച്ച് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി പല സാധനങ്ങളും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ഫ്രൈഡ് റൈസും ചിക്കനും സ്പോൺസർ ചെയ്തിരുന്നു. ആഘോഷവേളകൾ അരിയും മറ്റ് പലവ്യഞ്ജനങ്ങളും തന്ന് സഹായിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും, സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ സഹായം ചെയ്തിട്ടുള്ള ശ്രീമാൻ ഷുക്കൂർ അവരുടെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി ശ്രീമാൻ പ്രസാദ് കോടിയാട്, അദ്ദേഹവും ഞങ്ങളുടെ SMC അംഗമാണ്. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ എല്ലാ വികസന കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്ന അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ PTA പ്രസിഡന്റ്, അദ്ദേഹവും സ്കൂളിന്റെ ഇന്നലെയും ഞായറാഴ്ചയായിട്ടൂടി നമ്മുടെ സ്കൂളിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമാൻ വിനോദ് അവരുടെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മൾക്ക് ഈ സ്കൂളിലേക്ക് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, നമുക്ക് TV ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? കേട്ടോ? ഇനി നമ്മുടെ സ്കൂള് സ്മാർട്ട് ആവുകയാണ്. നമ്മുടെ സ്കൂള് സ്മാർട്ട് ആവുകയാണ് എന്ന് കണ്ടു കാണുന്നല്ലേ? അപ്പൊ നമുക്കിത് SSKയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്മാർട്ട് TV കൂടാതെ ഈ ഫോൺ അല്ല, ഈ എന്താണ് മൈക്ക്, ഫോണല്ല മൈക്ക്, മൈക്രോഫോൺ, ട്രോളി സ്പീക്കറാണ് നമുക്കുള്ളത്. ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് SSKയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്കിവിടെ ബുക്കുകൾ വിതരണം ചെയ്യാൻ വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് ബുക്കുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ജെൻനെക്സ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ബുക്കുകൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആയൂർ ടൗൺ പൗരസമിതി നമ്മുടെ കുട്ടികൾക്ക് ബാഗ് നൽകുകയാണ്. എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്കൂളിന്റെ ലോഗോ നമ്മുടെ സ്കൂളിന്റെ 2 ഭിത്തികളില് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് വരച്ചിരിക്കുന്നത് ഷാജി വാമനപുരമാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇതിന്റെ അടുത്ത് ഇത്രയും വൃത്തിയാക്കി തന്ന ഗോപൻ, ആർട്ടിസ്റ്റ് ഗോപനാണ്. പിന്നെ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എല്ലാവരെയും സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ വർഷം അടിച്ചു പൊളിക്കണ്ടേ? ഒരു കാര്യം വിട്ടുപോയി. ഈ കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമ്മുടെ പുറം ലോകത്ത് എത്തിക്കുന്നത് നമ്മുടെ ഈ ആയൂരിന്റെ ചാനലായ നവകേരള ആയൂറാണ്. അതിന്റെ ഭാരവാഹിയായ ശ്രീ രാജു അവരെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു അധ്യയന വർഷമായിരിക്കണം. ശാസ്ത്രമേളകളിലും കലാമേളകളിലും നമ്മുടെ മക്കൾ തിളങ്ങി നിൽക്കണം. അതിനുവേണ്ടി എല്ലാ രക്ഷിതാക്കളും ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീറ്റിങ്ങുകളുണ്ട്, ഇതേപോലെ സാന്നിധ്യം എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. ടീച്ചർ പറഞ്ഞു ഒരു സമയത്ത്
ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ആയൂർ പ്രദേശത്തെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ടൗൺ പൗരസമിതിയുണ്ട്, നമുക്ക് ആയൂർ വികസന സമിതിയുണ്ട്, നമ്മുടെ വ്യാപാര വ്യവസായികൾ, സ്കൂളുകളുടെ ഏറ്റവും ഒരു നെടുംതൂണാണ് അവർ. എല്ലാവരും ഓരോരുത്തരും നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രക്ഷാകർത്താക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുടെ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ മത്സരങ്ങളിലും ഓവറോൾ പോയിന്റ് നമ്മൾ കുറച്ചും കൂടെ കുട്ടികളുണ്ടാണെങ്കിൽ നമ്മളുടെ തന്നെ സ്കൂളിലാണ് എല്ലാം. എല്ലാ മത്സരങ്ങളിലും നമ്മളുടെ കുട്ടികളുണ്ട്. ഇത് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരോടൊപ്പം നിൽക്കണം. ഇന്നത്തെ ഈ പ്രവേശനോത്സവം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പഞ്ചായത്ത് തലത്തിലുള്ളത് സെന്റ് ജോർജ് സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാ സ്കൂളിലും പ്രവേശനോത്സവം മത്സരബുദ്ധിയും നടക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാന്യ കാർട്ടൂണിസ്റ്റ് ശ്രീ വാമനപുരം മണി അവരുടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ പുതിയ അധ്യയന വർഷത്തിന്റെ വെളിച്ചം കത്തിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാം. രണ്ടുണ്ട് ബഹുമാന്യായ അധ്യക്ഷ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അപ്പോ ഇന്ന് എല്ലാവരും നമ്മുടെ പുതിയ കുട്ടികൾ എല്ലാവരും ഒന്ന് ഒരു ഹായ് പറഞ്ഞ എല്ലാവരും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന നമ്മുടെ സ്കൂളിൽ വരുന്ന പുതിയ കുട്ടികൾ, പുതിയ രക്ഷകർത്താക്കളെ രണ്ടുപേരും പുതിയതാണല്ലോ സ്കൂളിലേക്ക്. അപ്പം ഓക്കെ മക്കളെ എല്ലാവരും. പിന്നെ എനിക്ക് പാടാൻ അറിയാമെങ്കിൽ ഞാൻ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തതാണ്. വരയ്ക്കാൻ മാത്രം അറിയാത്തതുകൊണ്ട് വരച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ നാട്ടുകാരെയും ബന്ധു, പിന്നെ മാത്രമല്ല ടീച്ചർ ഉള്ള സ്കൂളുകളിലെല്ലാം ഞാൻ പോയി ഈ വരച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ നമുക്ക് ഈ സ്വാഗതം പറഞ്ഞ കൂട്ടത്തില് നമ്മളെ ഷാജി സാറിനെ സ്വാഗതം ചെയ്യുന്നതാണ് പറഞ്ഞത്. മാമൻ ഷാജി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ രണ്ട് ലോകം വരുന്നത് ഈ ടീച്ചറുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം കൂടെ അപ്പം എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. ഒന്ന് കുറച്ചു പേരെ നമുക്ക് ഇതിനകത്തുള്ളൂ, വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്ന് നമുക്ക് പഠിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം
ഈ ഒരു ചെറിയ എന്നാലും ഭയങ്കര നല്ല ആംബിയൻസ് ഉള്ള ഒരു ചെറിയ ഒരു വിദ്യാലയമാണ്. അപ്പോൾ അത് ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ടീച്ചർ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരുപാട് പിന്നെ എൻ്റെ ഭൗതികമായ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സാർ നേരത്തെ വന്ന പറഞ്ഞൊരു 110 വർഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു സരസ്വതി സ്ഥാപനമാണ് അല്ലേ. അപ്പൊ അത് ഈ നിലയ്ക്ക് തന്നെ പഴയ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും, അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ ഇതുവരെയും കേടാവാത്ത കഥകളും ഉത്തരങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം അത് ആ സ്കൂളിൽ പഠിക്കാനായിട്ട് ഇവിടുത്തെ ഒരുപാട് പ്രസിദ്ധരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ സ്കൂളിൽ പഠിച്ചവരാണെന്നുള്ളതൊക്കെ ഞാൻ രാജ് സാർ പറഞ്ഞപ്പോൾ ഞാനത് അറിഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ഞാൻ വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയും ഈ ആ വരച്ചതിന്റെ കാര്യം ഉടൻ നമുക്ക് ഒന്ന് സരസമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ആദ്യം വരയിലേക്ക് നിങ്ങൾ അനുവാദത്തോടു കൂടി കടക്കുകയാണ്. മക്കളെ, കാർട്ടൂൺ ഇഷ്ടപ്പെടാത്ത ആരുമില്ല, പ്രത്യേകിച്ച് കുട്ടികൾ അല്ലേ. നിങ്ങൾ വന്നപ്പോഴേ എല്ലാവരും തിരിഞ്ഞ നമുക്കൊരു പുതിയ TV കിട്ടിയല്ലേ. അപ്പൊ അതിന് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കാർട്ടൂണാണ്. അപ്പൊ ഞാൻ എന്തെന്ന് പറയാം, പണ്ടാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടം നിലവിളിയോടുകൂടിയാണ് ജൂൺ 1-ാം തീയതി നമ്മൾ കാണുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വളരെ ചിരിച്ച് വളരെ സന്തോഷിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു കാർട്ടൂൺ വരച്ചുകൊണ്ട് ഞാൻ ഈ പ്രവേശനോത്സവം നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി വരച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, ടീച്ചറെ ഓക്കെ. ഞാനിത് വരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ നമ്മളെ രക്ഷകർത്താക്കളെ പിള്ളേരെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പം
രക്ഷകർത്താക്കൾക്ക് വലിയ പ്രയാസമാണ് ഇപ്പൊ പിള്ളേരെ കൂടെ പോകാൻ. കാരണം പിള്ളേരെ വിട്ടുപോകാൻ സ്കൂളിലേക്ക് വിടുന്ന കാര്യത്തിൽ ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. രക്ഷകർത്താക്കൾ യഥാർത്ഥത്തിൽ മനപ്രയാസം. കാരണം ഇത്രയും കാലം കുറെ കൂടെ നിന്നിട്ട് കുട്ടികൾ എങ്ങനെയാവും അവിടെ ഇരിക്കും എന്നുള്ളത് ഇപ്പൊ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാട്ടിലും നമ്മളിപ്പോ കാണുന്നതിനെക്കാട്ടിലും ഉള്ളൊരു സ്ഥലമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇത് നിങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടം പോലെയായിട്ട് നിങ്ങൾ കാണണ്ട, നിങ്ങളെ വീടാണത് കേട്ടാ. അപ്പൊ എല്ലാ പുതിയ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഒരു ഹായ്. ശരി, അതെ നീ പറഞ്ഞു വന്നപ്പോ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്തായിരുന്നാലും ഈ പ്രവേശനോത്സവം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിത്തുന്ന നമ്മുടെ ബഹുമാനിയായ എച്ച്എമ്മിനും ഇവിടുത്തെ മറ്റ് ഈ സ്കൂളിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വ്യാപാരി വ്യവസായികൾ മറ്റ് മേഖലയിൽപ്പെട്ട ഒരുപാട് പേര് ഈ സ്കൂളിന് സപ്പോർട്ടായിട്ട് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്ക് സ്നേഹം നിറഞ്ഞ മെമ്പർ അവർ പടം വരയ്ക്കുന്നതാണ്. മെമ്പർ ഒരുപാട് പേര് നീ മാറല്ല ഇത് കാരിക്കത്തറാണ്. കാരണം നമ്മൾ ഒരാളിനെ അതേപോലെ വരില്ല, നമുക്കറിയാലോ. അർത്ഥത്തിൽ എല്ലാം വേറെ കാരണം പെട്ടെന്ന് വരയ്ക്കാം, കാരണം ഒരു ചെലവില്ല. ആർക്കായി ഇനി അടുത്ത ആര് സ്കൂൾ പ്രവേശനോത്സവം നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. ഇന്നത്തെ ഒരു പ്രവേശനോത്സവം നമുക്ക് വേറിട്ട ഒരു അനുഭവമായി. എല്ലാവിധ നന്ദിയും സാറിനോട്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി
ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ SMC ചെയർമാൻ ഷുക്കൂർ ഈ യോഗാധ്യക്ഷ മെമ്പർ ശ്രീമതി അന്തോണി, സ്വാഗതം ഉദ്ഘാടനം ചെയ്ത ഇവിടെ കൂടിയിട്ടുള്ള ബിസിനസ് സമിതി അംഗങ്ങള്, വിശിഷ്ട അതിഥികൾ, ഈ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾ, അന്നെത്തിയിട്ടുള്ള കുഞ്ഞുങ്ങള്, അവരുടെ രക്ഷിതാക്കൾ, എന്തായാലും വളരെയധികം ആഹ്ലാദം നിറഞ്ഞൊരു നിമിഷമാണ്. ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് ഈ സ്കൂളിൽ ഞാൻ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ പാടില്ല, പാടുന്നുണ്ടോ അറിയില്ല. എങ്കിൽ തന്നെ ഈ സ്കൂളിനെ 110 വർഷമായ ഈ സ്കൂളിനെ ഈ ഒരു രീതിയിൽ എത്തിച്ചാൽ ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസ അറിയിക്കണം. പ്രത്യേകിച്ച് വാർഡ് മെമ്പർ അന്തോണി, അംഗങ്ങള്, HM കടന്നുപോയിട്ടുള്ള HM, ഇവിടെ പഠിച്ചിരുന്ന അനിൽ സാറ്, എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്റെ സഹോദരിയും ഇവിടെ അധ്യാപികയായിരുന്നു കുറെ കാലം. ആ അധ്യാപനത്തിൽ രാമകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു ഇവിടെ പഠിക്കാൻ. അതുപോലെ പലരും അക്കാലങ്ങളിലുള്ള പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സഹോദരിക്ക് 90 വയസ്സായി. എങ്കിലും ഇപ്പോൾ കേരളം ഉൾപ്പെടെ ഇടുന്ന ഈ പല കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട്. നാളെ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു കുറെ കാലം മുമ്പ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, പഠിക്കണം, കളിക്കണം, മാതാപിതാക്കൾ പറയുന്ന വിധം അനുസരിച്ച് കാര്യങ്ങൾ നോക്കണം. നമുക്ക് ഈ ലഹരിക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ നിങ്ങളുണ്ടാകണം. അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്നു, ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നതല്ലേ? ഈ ലഹരിക്കെതിരെ പോരാടാൻ നിങ്ങളും ഉണ്ടാകണം. ഉണ്ടാവില്ലേ? 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 പറയാതെ ഉറക്കെ പറയാം, ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും വ്യാപാരി വ്യവസായി വ്യാപാര സമിതി ആയുർവേദത്തിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യായ യോഗാധ്യക്ഷ, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ വാമനപുരമണി, വ്യാപാരി വ്യവസായി പ്രസിഡന്റ്, സെക്രട്ടറി, PTA പ്രസിഡന്റ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ, ആയൂർ ടൗൺ പൗരസമിതി അംഗങ്ങളായ ശ്രീ തുളസേരൻപിള്ള, ശ്രീ മാധവകുഞ്ഞിജ, ശ്രീ സുരേന്ദ്രൻപിള്ള, ഇത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷാകർത്താക്കളെ, ഈ പ്രവേശനോത്സവം വർഷം തോറും നമ്മള് മെച്ചപ്പെട്ടു വരിക, അല്ലെങ്കിൽ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനസ്സാർ സൂചിപ്പിച്ചതുപോലെ കരയുന്ന കുഞ്ഞുങ്ങളുടെ ഒരു മുഖവും ഇന്നിവിടെ കാണാനില്ല. മറിച്ച് കുഞ്ഞുങ്ങൾ രക്ഷാകർത്താക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് സാർ വരച്ചത്. അതാണ് യാഥാർത്ഥ്യം. കുഞ്ഞുങ്ങളെ വിട്ടുനിൽക്കുന്നതിന് രക്ഷാകർത്താക്കൾക്കാണ് ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ളത്. അതൊക്കെ മാറണം. ഈ സ്കൂളിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളല്ല, നമ്മുടെ എന്താ വിളിക്കുന്നത്, മുത്ത് അല്ലേ, നമ്മുടെ മുത്ത്, തങ്കം, അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങള്. ഈ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി തലച്ചുറ്റാറും ചെയ്ത പ്രത്യേകമായ വാമനപുരം മണിസാർ, വ്യാപാരി വ്യവസായ ശ്രീ വിനോദ്, ശ്രീ മാത്തുകുട്ടിക്കായ, ശ്രീ കൃഷ്ണൻ സാർ, ബിന്ദു പ്രിൻസിപ്പൽ, അതുപോലെ ഷാജി സാറ്, തുളസിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട നവകേരള രാജു സാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, സുഹൃത്തുക്കൾ, ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. വളരെ വർഷക്കാലം 4 വർഷം ഇവിടെ വളരെ ഞെരുങ്ങിയിരുന്നുണ്ട്. അതായത് നമ്മൾ ഈ സ്കൂളില് കയറിയിരിക്കാൻ സീറ്റില്ലാത്ത പഠിച്ച ആളുകളാണ് ഞങ്ങൾ. ഒരുപാട് പേര് ഈ നല്ല വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച ഒരു സ്കൂളാണ് ഈ LP സ്കൂൾ. ഇപ്പോഴും ഇത് വളരെ വിജയകരമായി
വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നു. കുട്ടികളുമായി നമുക്കറിയാം ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കടന്നവരോടുകൂടി നമ്മുടെ സ്കൂളിന്റെ കുട്ടികളുടെ ഒരു അഭാവമെല്ലാം കാണുന്നതാണ്. തീർച്ചയായിട്ടും അതിലുപരി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് രാജകീയമായ ഒരു പഠന സംവിധാനമാണ് ഇവിടെ സ്കൂളിലെ പ്രിൻസിപ്പളും ഇവിടുത്തെ ടീച്ചർമാരും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ പലപ്പോഴും പല വേദികളും പറയാറുണ്ട് ആയുർവേദ സ്കൂളിനെ പറ്റി വളരെ അഭിമാനത്തോട് പറയുകയാണ്. ഈ സ്കൂളിൽ കാലത്ത് ഇവിടെ നിന്ന് മാറിപ്പോകുന്ന മനസ്സിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ നമ്മുടെ ബേബി സാറ് മറന്നുകൊണ്ട് നമ്മുടെ പൗരസഭയിലുള്ള ബേബി സാറ് വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലം ഞങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ സ്കൂളിൽ തിരിച്ചുവരവുണ്ടാക്കിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കുന്നു. അതുപോലെ നമുക്കറിയാം ഇവിടെ നല്ല ഒരു പഠനവും അതുപോലെ തന്നെ ഈ രക്ഷിതാക്കളുടെ നല്ല കളിയും അതുപോലെ നമ്മുടെ സ്കൂളിലെ വളരെ സ്മാർട്ട് സ്കൂളായി ഈ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സർക്കാർ തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളും ഇതേപോലെ നമ്മുടെ മറ്റ് സ്കൂളുകളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളും വളരെ സജീവമായി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് കലാകാരികളുണ്ട്, കൊച്ചു കുട്ടികൾ. കഴിഞ്ഞ വർഷം ഒരുപാട് കുഞ്ഞുങ്ങളുടെ വലിയ അവാർഡുകളൊക്കെ പോയി നാഷണൽ സ്കൂളുകളിലൊക്കെ പോയി വാങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ കലാകാരന്മാരെ ഒക്കെ ഇനിയും വലിയ തോതിൽ സംഭാവന ചെയ്യാൻ ഇന്നത്തെ ഈ സ്കൂളിന് കഴിയട്ടെ. ഈ മുത്തശ്ശി സ്കൂളിനും എല്ലാം വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നടന്നു നടത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ രണ്ടു പേർക്ക് പറയാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിലും രണ്ടു പേർക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അതിനൊക്കെ ഉപരി ഒരു 4 വർഷക്കാലം, അതായത് 2001 തൊട്ട് ഞാൻ ഇവിടുത്തെ PK പ്രസിഡന്റായിരുന്നു. ആ സമയത്താണ് ഈ സൈഡിലെ നമ്മുടെ മതിൽ ഈ പ്രദേശങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലായിരുന്നു അത് കിട്ടാതെ കിടക്കുന്ന ഒരു സന്ദർഭം. ആ ഭൂമിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ആയിരത്തി രീതിയിൽ ഈ മതിൽ കിട്ടുവാനും ഉറപ്പിച്ച് പൈസ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2 കുട്ടികൾ ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ BSN ആയതുകൊണ്ട് ഇവിടുത്തെ നെറ്റ് പോകുമ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ പൈസയിൽ അനിൽ പോകുന്നത് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത സമയത്താണ് ഇതുമായിട്ട് ബന്ധപ്പെടാതെ വരുന്നത്. കാരണം പരിപാടിയൊന്നും അറിയിപ്പിക്കാറില്ല. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് പൗരസമിതിയുടെ പേരിലാണ്. തീർച്ചയായും ഇവിടെ വരാനും പങ്കെടുക്കാൻ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചു നിത്യ സന്ദർശകനായിരുന്നു. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ആരും തിരിച്ചു പറഞ്ഞില്ല, പോരാ. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഞാൻ അധികം സമയം എടുക്കില്ല. ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞ് നിർത്തിക്കൊള്ളു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളും ഇതിന്റെ ഭാരവാഹികളും കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, അറിവെന്ന് പറയുന്നത് എന്താണ്? അറിവ് വെളിച്ചമാണ്. ആ ദൈവ ചൈതന്യം, ഈശ്വരന്റെ ചൈതന്യ അറിവ്. ഈ അറിവ് നമ്മൾ നേടാനും അത് വർദ്ധിപ്പിക്കാനുമാണ് സ്കൂളിലേക്ക് വരുന്നത്. അതുകൊണ്ട് അറിവ് നേടുക എന്നാൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ രാജ്യത്തിന്റെ പൗരന്മാരാകണം, അതിന്റെ ഉടമകളാകണം. കേരളത്തിൽ നിന്ന്, ഈ ആയുർ പ്രദേശത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ ആയുർ പ്രദേശം അറിയണം. അതിന് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറയുന്നു. അതുകൂടാതെ ഒരു കാര്യം പറയാം. എന്താണ് അറിവ്? ഞാനൊരു ചെറിയ കാര്യം പറയാം. അച്ഛനെ കൊല്ലണം. ആരും എന്നെ കല്ലറിയല്ലേ, അടിക്കാൻ പറയുന്നില്ലേ? അച്ഛനെ കൊല്ലണം. അമ്മയ്ക്കൊന്നും കൊടുക്കരുത്. ഭാര്യക്കെല്ലാം
എന്റെ അച്ഛനെ കൊല്ലണം, അറിവിൽ അച്ഛനെ കൊല്ലണം. നിങ്ങളുടെ അച്ഛന്മാരെക്കാൾ മുകളിലേക്ക് നിങ്ങൾ ഉയരുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ അച്ഛനെ താഴ്ത്തി നിങ്ങൾ മുകളിലേക്ക് ഉയരുക. അതാണ് അറിവിൽ അച്ഛനെ കൊല്ലണം. അല്ലാതെ ഫിസിക്കൽ പണിഷ്മെന്റ് അല്ല, ശാരീരികമായിട്ടല്ല. അമ്മയ്ക്കൊന്നും കൊടുക്കരുത്. ആരാണ് അമ്മ? നിങ്ങളെ എന്നെ ഉദരത്തിൽ കയറി ചോരയിൽ നേരിട്ടെന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച് നമ്മളെ സൃഷ്ടിച്ച അമ്മയ്ക്ക്, ആ അമ്മയാണ് നമ്മളെല്ലാം. ആ അമ്മയ്ക്ക് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കെല്ലാം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതാണ് അമ്മയ്ക്കൊന്നും കൊടുക്കരുത്. അമ്മയ്ക്കെല്ലാം എടുക്കാനുള്ള അനുവാദമുണ്ട്. ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം. ഈ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അല്ല ഭാര്യയ്ക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാം കൊടുത്താലുണ്ടല്ലോ നിങ്ങൾ അവരുടെ അടിമയായിരിക്കും. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം? അമ്മയ്ക്കെല്ലാം കൊടുക്കണം. അപ്പൊ അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം. കൺട്രോൾ യുവർ വൈഫ്. ഇതാണ് അറിവ്. അറിവ് ആരും ഒരിക്കലും കുഴിച്ചിടാനുള്ളതല്ല. നിങ്ങൾക്കുള്ള അറിവ് മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പലർക്കും പകർന്നു കൊടുക്കണം. അതാണ് അറിവ്. ആദരിക്കുന്ന കാര്യവും വിട്ടുപോയി. നമ്മുടെ അതുകൊണ്ടാണ് അക്ഷരദീപം തെളിച്ച് നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയതായി വന്ന എല്ലാ കുട്ടികളും ദീപയുടെ 1ാം ക്ലാസ്. അടിപൊളി. ആ മക്കളെ വാടേ വാടാ ഇതെല്ലാം മാറ്റി മോനും തരാം, വാങ്ങിച്ചോ. ആ തിരിച്ചു പിടി അങ്ങനെ പേടിയാ. തീ കണ്ടപ്പോ ശ്രാവണേ വാ. ലഡു ഇപ്പൊ കൊടുക്കണ്ടായിരുന്നല്ലോ. ലഡു ഇപ്പൊ കൊടുക്കണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് കുറേ
ടൗൺ പൗരസമിതി അംഗങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു സന്തോഷം ഒരു കൈയടിച്ചെന്നോട്ടെ. ടീച്ചർ പേര് വായിക്കും, ഇവരെല്ലാവരും വന്ന് പേര് വാങ്ങിച്ചു. ഷാനു ഷാനു അവർ പൗരസമിതിയുടെ സ്പോൺസർ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ബാഗ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ തങ്കമണി ഉദ്ഘാടനം ചെയ്യുന്നു കൊടുത്തു. ടൗൺ പൗരസമിതി സെക്രട്ടറി ശ്രീ മാത്തുക്കുട്ടി വിതരണം ചെയ്യുന്നു. ജോബിന് ശ്രീ തുളസിയറിനുള്ള ടൗൺ പൗരസമിതി അംഗം ശ്രീ തുളസിയറിനുള്ള ജോബിന് തുളസിയറിനുള്ള ആയുധം. അതാവുന്ന ശ്രീ സുരേന്ദ്രനുള്ള കൊടുക്കുന്നു. ശ്രാവൺ ആരാധിക വാമിക 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 അവിയുക്ത നിവേദ് ആദിശ്രീ ഹർഷിത കൃഷ്ണ ശ്രേയൻ ശിവന്യ ഗൗതം അയന വൈഷ്ണവ് അയന വിളിച്ചോ ഒന്നാം ക്ലാസ്സിലേക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നെക്സ്റ്റ് എന്നാണ് അതിന്റെ പേര്. അവരാണ് നമ്മുടെ കുട്ടികൾക്ക് ബുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ബുക്കുകളുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾക്ക്
കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫസറിന്റെ തന്നെയാണ് നമ്മുടെ വാർഡിലൊക്കെ താമസിക്കുന്നത് തന്നെയാണ് ഈ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പറയും. നമ്മുടെ സ്കൂളിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആദ്യത്തിന്റെ അമ്മയും കൂടിയാണ്. അപ്പം നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മളോടൊപ്പം നടത്തുന്ന മാതാപിതാക്കളാണ് നമ്മുടെ സ്കൂളിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയും നമ്മളെല്ലാവരും